മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ആഗ്രഹ സഫലീകരണം നടത്താൻ ഏറ്റവും ലളിതമായ മാർഗത്തെ പറ്റിയിട്ടാണ്. അത് കൃത്യമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ജീവിത വിജയം നിങ്ങൾക്ക് സാധ്യമാകും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വെറും 15 മിനിറ്റ് മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? യെസ് ഓർ നോ ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. വെറും 15 നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യെസ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇല്ലാത്തവരാണെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക. യെസ് യെസ് എല്ലാവരും യെസ്. നോ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട് നോക്കട്ടെ. എനിക്ക് എസ് എന്ന് പറഞ്ഞേക്കാളും കൂടുതൽ നോ പറയുന്നവരെയാണ് വേണ്ടത്. എസ് ആണെങ്കിൽ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ എല്ലാവരും എല്ലാവരും എസ് ആണ് പറയുന്നതെങ്കിൽ അല്ലെ, എല്ലാവരും എസ് ആണ്. എന്നാ പിന്നെ ഞാൻ പോട്ടെ, നിങ്ങളിവിടെ 15 മിനിറ്റ് ഇരിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ജീവിതം മാറ്റൂ. ഞാൻ പോവാണ്. ബൈ ബൈ, സി യു. അപ്പൊ നോ വന്നു. ഇല്ല, എസ് തന്നെയാണ്, സത്യമായിട്ടും എസ് തന്നെയാണ്. ഞാൻ വെറുതെ ഒന്ന് കളിപ്പിച്ചെന്നേ ഉള്ളൂ നിങ്ങളെ. ഇതേ എന്താണെന്നറിയോ? അതെ, വളരെ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും, അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന നമ്മുടെ ചിന്തകളെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്നും ഇതിന് ഏറ്റവും ലളിതമായ രീതി എന്താണെന്നും, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ആഗ്രഹ സഫലീകരണം എന്നാണ് മാനിഫെസ്റ്റേഷൻ മലയാള വാക്ക്. ആഗ്രഹ സഫലീകരണം എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത്, അല്ലെ സാധ്യമാകുന്നത് എന്നും വളരെ ലളിതമായി പറഞ്ഞു തരികയാണ്. കാരണം ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇത്രയും കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാം, എങ്ങനെയാണ് ഏറ്റവും ലളിതമായിട്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. അതിൽ വർക്ക് ചെയ്യാത്തവരുടെ ആ വിഷയം എന്താണെന്ന് നമുക്കറിയാം. നോക്കൂ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു പുസ്തകം. നിങ്ങൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവരാണ് ശ്രമിക്കുക. ഇതിന്റെ ഹെഡിങ് തന്നെ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും ജീവിത വിജയത്തിന്റെ രഹസ്യം? പുസ്തകം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രഹസ്യങ്ങൾ കിട്ടുമല്ലോ. പക്ഷെ അതിന് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് മലയാളം അഫർമേഷൻസ്: സമ്പത്ത്, സന്തോഷം, ആത്മീയത. ഞാൻ പറഞ്ഞു വന്നത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ആഗ്രഹ സഫലീകരണം നടത്താൻ ഏറ്റവും ലളിതമായ മാർഗത്തെ പറ്റിയിട്ടാണ്. അത് കൃത്യമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ജീവിത വിജയം നിങ്ങൾക്ക് സാധ്യമാകും. ഇത് താല്പര്യമുണ്ടോ? അറിയാൻ താല്പര്യമുണ്ടോ? എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തോളൂ എല്ലാവരും. അത് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം കേൾക്കുക. അല്ലാത്തവർ, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ്സാണ്. അവർക്ക് മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാത്തവർ വെറുതെ സമയം മെനക്കെടുത്ത എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് രാവിലെയും ഇന്നലെയുമായി എൻ്റെ വീഡിയോന്റെ താഴെ ഒരു കമന്റ് കണ്ടു. നല്ല രസമുള്ളൊരു കമന്റാണ്. അത് പറഞ്ഞു പോകണമല്ലോ അല്ലെ. യൂട്യൂബിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ പരാമർശിച്ചു പോകണം. അതിലൊരു വ്യക്തി, ഞാൻ മുമ്പത്തെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ 2 ദിവസത്തെ വീഡിയോസ് മാത്രമേ ഞാൻ കമന്റ് നോക്കിയുള്ളൂ. അതിൽ രാവിലെ തന്നെ നമ്മൾ ക്ലാസ് ഇപ്പൊ 6 മണിക്കാണ് വരുന്നത് രാവിലെ അല്ലെ. 6 മണിക്ക് ക്ലാസ് വന്ന് ഒരു 6:10 ആകുമ്പോൾ ആ കക്ഷി കൃത്യം ഇന്നലെയും 6:10 ഇന്നും 6:10 എഴുതുമ്പോൾ നല്ലൊരു തെറിയുമായിട്ട് വരാറുണ്ട്. എന്താണെന്നറിയോ? നല്ല തെറിയാണ്, സാധാരണ തെറിയല്ല. എന്തോ അയാളുടെ കുടുംബത്തിലെ എന്തോ സാധനം ഞാൻ എടുത്ത് മോഷ്ടിച്ചു പോയി അയാളുടെ നശിപ്പിച്ചു എന്ന രീതിയിൽ ഒരു തെറിവാക്ക്. അത്രേ ഉള്ളൂ, ഒറ്റ തെറിവാക്ക്. അത് കണ്ടപ്പോ എനിക്ക് ചിരി വന്ന എന്താണെന്നറിയോ? വളരെ ചിരി വന്നു. ഇന്നലെയും അയാൾ തെറി പറഞ്ഞു, ഇന്നും തെറി പറഞ്ഞു. അപ്പൊ ഒന്നിക്കൽ അയാൾക്ക് നാളെ ഇപ്പൊ ചിലപ്പോൾ അയാൾ വീണ്ടും വന്നേക്കാം. അതുകൊണ്ടാണ് ആ വന്ന ആളോട് പറയാണ് നാളെ അയാൾ വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്നാലേ രസമുള്ളൂ. എങ്കിൽ മാത്രമേ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാൾക്കൊരു കണ്ണാടിയായി തോന്നുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ മുഖം ഒരു കണ്ണാടി പോലെയാണ്.
എന്റെ മുഖം ഒരു കണ്ണാടി പോലെ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കാരണം എനിക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നല്ലോ, ഞാൻ ഈ കാലഘട്ടത്തിൽ ഒരു കണ്ണാടിയായി മാറാനെങ്കിലും എനിക്ക് പറ്റിയല്ലോ എന്നുള്ള ആ ഒരു ആത്മസംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളെ കാണാം, എന്ത് തെറിയും വിളിക്കാം, ഒരു കുഴപ്പമില്ല. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം നമ്മളൊരു സാക്ഷിയായ കണ്ണാടിയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം സുഹൃത്തെ. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവോ, നിങ്ങളുടെ അകത്ത് എന്താണോ അത് തന്നെയാണ് പുറത്ത് സംഭവിക്കുന്നത്. നിങ്ങളൊരു തെറിയാണ് എന്നെ വിളിക്കുന്നതെങ്കിലും ആരെ വിളിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊരു മുഴുത്തെറിയാണെന്നൊരു സത്യം ഒന്ന് അംഗീകരിക്കുക. അത്രമാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം പറഞ്ഞു, നിങ്ങളെ നോക്കി നിങ്ങൾ എന്ത് പറയുന്നു. ഞാൻ മുഴുവൻ ഇവിടെ പഠിപ്പിക്കുന്നതും അവനവരെ പറ്റിയിട്ടുള്ള അവബോധം, സ്വയംബോധം നന്നായി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എന്തും നേടാൻ സാധിക്കുന്നു. അതല്ല അവനവനെ പറ്റിയിട്ടുള്ള ചീത്തയാണ് ബോധമെങ്കിൽ നിങ്ങൾക്ക് ചീത്തയായി മാറുകയും ചെയ്യാം, യാതൊരു തർക്കവും ഇല്ല. അത് അവനവന് തീരുമാനിക്കാം എന്ന് മാത്രം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. അപ്പോ പറഞ്ഞു വന്നത് ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് നമുക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്. നിങ്ങളെല്ലാവരും ഇപ്പൊ ക്ലാസ്സിലേക്ക് ഇത്രയും ആൾക്കാരും നമ്മുടെ ഒരുപാട് കോഴ്സുകളിൽ വന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ നിരന്തരമായി വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നു നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്കും ഉണ്ടായ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്ന് ഏതൊരാൾക്കും ഉണ്ടായ ഒന്നാമത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് അറിയോ? മുമ്പേ ഇല്ലാത്തതും ഇപ്പോൾ ഉണ്ടായ 99% ആൾക്കാർക്കും ഉണ്ടായ ഒരു കാര്യം, ഇപ്പൊ നേരത്തെ വന്ന് മോൻ സംസാരിച്ച പോലെ, കൊച്ചു കുട്ടി സംസാരിച്ച പോലെ, അതുപോലെ എല്ലാവർക്കും ഉണ്ടായ ഒരു സംഭവമാണ് ആത്മവിശ്വാസം എന്നത്. നമ്മുടെ വീഡിയോസ്, നമ്മുടെ ക്ലാസ്സുകൾ പങ്കെടുത്ത എല്ലാവർക്കും ഒരാൾക്ക് പോലും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പറയാൻ പറ്റുന്ന കാര്യമാണ്, നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നു. ഇല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എല്ലാവർക്കും അല്ല, ഞാൻ ചിരിച്ചെന്താന്ന് വെച്ചാൽ ഒരാള് തെറി എന്താ പറഞ്ഞതെന്ന് പറയാൻ പറയുന്നു. അത് എനിക്കറിയില്ല, ഒരു പ്രാവശ്യം വായിച്ചൊന്നല്ലാതെ തിരിച്ചു പറയാനിട്ട് ആ തെറി എനിക്കറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ മറന്നുപോയി വാക്കെന്താ, അതുകൊണ്ട് എനിക്കത് പറയാൻ അറിയില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് പുള്ളി അതിന് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത് കാണുമ്പോഴും എനിക്ക് ആത്മവിശ്വാസം കൂടുകയാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ ചിരിച്ചുകൊണ്ട് നിങ്ങളോട് അതേ ആള് പറഞ്ഞു എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സിൽ വന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക. ഞാൻ ഇവിടെ ചെയ്യുന്നത് എല്ലാം ഒറ്റ കാര്യം മാത്രമാണ്, ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും നിങ്ങളിലേക്ക് നിറക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമമായ കർത്തവ്യം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് ഞാൻ പേരിട്ടത്. കാരണം ജീവിത വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത്തത് ആത്മവിശ്വാസം ഉണ്ടാക്കാണ്. എന്തുകൊണ്ടാണ് നമ്മളിൽ സാധാരണക്കാർക്ക് ആത്മവിശ്വാസം ഇല്ലാതെ പോകുന്നത് എന്നതിന്റെ ആ ചോദ്യത്തിന് ഉത്തരം, നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ സംശീകരിച്ച, നമ്മൾ കേട്ട് അറിഞ്ഞു വന്ന കുറെ അരുതായ്മകളെ, ഉദാഹരണത്തിന് പണ്ടെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമില്ല, അല്ലേ? ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ, അല്ലെ? ഇപ്പോൾ ഞാൻ ഇതേ ചോദ്യം നിങ്ങളോട് ഇപ്പോൾ ഇരിക്കുന്ന ഈ 150 ആൾക്കാരോടും ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ടോ? വീണ്ടും ആ ചോദ്യം ചോദിക്കും, ഉണ്ടോ? യെസ് ഓർ നോ എന്ന് പറഞ്ഞു നോക്കിയേ. ഇതാണ് ആത്മവിശ്വാസത്തിന്റെ പ്രത്യേകത. ഇനി ഇവിടെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന അക്കാദമി ക്ലാസ്സിൽ വന്നവര് ഉണ്ട് എന്ന് പറയൂ, ഇല്ല എന്ന് പറയൂ? കുറച്ച് ദിവസം ഞാനിപ്പോ എന്ത് പറഞ്ഞു തന്നൊന്നുമല്ല, ഇത് ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ആത്മവിശ്വാസം എങ്ങനെയാണ്? എല്ലാവരും പറയും ഉണ്ട് എന്നല്ല, ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അനീഷ്, അത് കറക്റ്റാണ്. അഭിലാഷ് ആദ്യമായിട്ട് ക്ലാസ്സിൽ വരികയാണ്, അഭിലാഷ് ഇല്ല എന്ന് തന്നെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അഭിലാഷ് ഈ വാക്ക് മാറ്റിപ്പറയും, ഉണ്ട് എന്ന് പറയും. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വളരെ ലളിതമായ കാര്യം. ഓക്കെ, അതൊന്നും എഴുതി വെക്കണ്ട, എന്താണെന്നില്ല, ഉണ്ടോ ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി, മറ്റൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യം. അപ്പോ
ഈ ആത്മവിശ്വാസം ഇല്ലാത്തവർക്ക് അത് ഉണ്ടാക്കാൻ എന്താണ് വഴി? എങ്ങനെ നമുക്ക് ആത്മവിശ്വാസം നേടാൻ സാധിക്കും? ദിനേശ് അപ്പൊ പറയും, ദിനേശ് സാറിന്റെ ക്ലാസ് കേട്ടാൽ ഏതൊരാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവും അല്ലെ? എനിക്കും ഉണ്ടാവുന്ന എന്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഭയങ്കര ആത്മവിശ്വാസം. അത് വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ് അല്ലെ? ഇത് മനസ്സിന്റെ ഒരു പ്രോഗ്രാമാണ്. ഇല്ല എന്ന് പറയാൻ എളുപ്പമായത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഇല്ല അല്ല എന്ന് കേട്ട് ശീലിച്ചത് കൊണ്ടാണ് അല്ലേ? കേട്ട് ശീലിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു ഉദാഹരണത്തിന് ഓക്കെ, അത് പറഞ്ഞ് ഇതാവണ്ട, ഞാൻ ലളിതമായി പറയാം. നമ്മൾ നമ്മുടെ മനസ്സിനോട് നിരന്തരമായി പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് എന്തായാലും നല്ലതായാലും മോശമായാലും നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് എത്ര പേർക്കറിയാം? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിരന്തരമായി ഞാൻ എന്നെ കൊണ്ട് ആവില്ല, എന്നെ കൊണ്ടാവില്ല, എന്നെ കൊണ്ടത് പറ്റില്ല, എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കാറുണ്ടോ? ഇതാണ് ആത്മവിശ്വാസത്തിന്റെ പ്രത്യേകത. ആത്മവിശ്വാസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കൺഫർമേഷനാണ്. അപ്പോ ഇതിന്റെ ഏറ്റവും ലളിതമായ മാർഗം എന്ന് പറയുന്നത് അഫർമേഷൻസ് എന്ന് പറയുന്ന സാധനം. അഫർമേഷൻ എന്ന് പറഞ്ഞ സംതിങ്, നോട്ട് സംതിങ് ബിയോണ്ട് അസ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്താണോ പറയുന്നത് അതിനെയാണ് സ്ഥിരീകരണങ്ങളായി മാറുന്നത്. ഞാൻ സുന്ദരനാണ്, അല്ലെങ്കിൽ ഞാൻ സുന്ദരനല്ല, എന്നെ കാണാൻ കൊള്ളില്ല എന്നൊരാൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും, അയാൾ വിരൂപിയായി മാറിയ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാം. തിരിച്ചുമുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ കയറുന്ന ശേഷം ആദ്യമൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കണ്ണാടി നോക്കിയിട്ട് 4 വാക്ക് പറയൂ എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം അയ്യോ ഇത് എന്നെ തന്നെയാണോ ഞാൻ കണ്ണാടി നോക്കി പറഞ്ഞത് എന്ന് 2 ദിവസം കൊണ്ട് തിരിച്ചു പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലെ? ഇവിടെ ക്യാമറ ഓൺ ചെയ്യാൻ പറയുമ്പോൾ ഓൺ ചെയ്യാത്ത ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ള കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കാണേണ്ടത്, ആദ്യം ധൈര്യപൂർവ്വം സംസാരിക്കേണ്ടത്, ആദ്യം ധൈര്യപൂർവ്വം ശ്രദ്ധിക്കേണ്ടത് ആരെയാണ്? ഒന്ന് ടൈപ്പ് ചെയ്തൊക്കെ. ആരെയാണ് നിങ്ങൾ ഏറ്റവും ധൈര്യപൂർവ്വം കാണേണ്ടതും ആരെയാണ് നിങ്ങൾ ഏറ്റവും ആരോടാണ് നിങ്ങൾ ധൈര്യപൂർവ്വം സംസാരിക്കേണ്ടത്? അവനവനോട് തന്നെയാണ്. അവനവനെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക്, അതായത് ആത്മവിശ്വാസത്തിന്റെ മറ്റു ഭാഗം, ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് അവനവന്റെ കാര്യങ്ങളെ അറിയാൻ സാധിക്കില്ല. അവൻ ചെയ്യുന്നതെല്ലാം വിഷയമായി മാറും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എപ്പോഴാണോ നമ്മളിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകുന്നത്, അങ്ങനെ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ ചോദ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളിൽ വിശ്വാസമുണ്ട്? എല്ലാവർക്കും അവരൊരു വിശ്വാസമുണ്ട് എന്ന് പറയും അല്ലെ? ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും, ഞാൻ യൂട്യൂബ് കാണുന്നവരോടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ വിശ്വാസമുണ്ടോ? അതായത് നല്ലതോ മോശമോ എന്നൊക്കെ പിന്നെ തിരിച്ചു മാറ്റാം. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടോ? എന്നെ ചതിക്കാത്ത ഒരാൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരം പറയും? നിങ്ങൾ, ഞാൻ തന്നെയല്ലേ? പക്ഷെ പലപ്പോഴും നിങ്ങളെ ചതിച്ചത് നിങ്ങൾ തന്നെയല്ലേ? പക്ഷെ ഇപ്പോഴുണ്ട്. അതാ കറക്റ്റ്, അതാണ് വിജേഷ് പറഞ്ഞത്. പണ്ടില്ലായിരുന്നു, ഇപ്പോഴുണ്ട്. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ചതിക്കാത്ത ഏക ഒരാൾ നമ്മൾ തന്നെ ആയിരിക്കണം. അതാണ് പൂർണ്ണമായ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അതിനുള്ള ഏറ്റവും ലളിതമായ മാർഗത്തിൽ ഒന്നാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. സ്ഥിരീകരണം എന്താണ്? ഞാൻ വളരെ ലളിതമായിട്ടാണ് അഫർമേഷൻസ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇതിനകത്ത് ഒരു വാക്ക് മാത്രം പറയാം. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചു നോക്കുക. ഞാനിപ്പോ വെറുതെ റാൻഡമായിട്ട് ഓപ്പൺ ചെയ്താണ്. ഇപ്പൊ ഞാനൊരു വാക്ക് പറയുന്നു, നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് നിങ്ങൾ നോക്കാം. എനിക്ക് ലഭിക്കുന്ന എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും നന്ദി എന്ന് ദിവസവും ഒരു കണ്ടീഷനും ഇല്ലാതെ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? എനിക്ക് ലഭിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും നന്ദി എന്ന് ഒരു കണ്ടീഷനും ഇല്ലാതെ പറയാൻ പറ്റുന്ന ഒരാൾക്ക് എത്ര പേരുണ്ട്? ആദ്യമായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ? അതിന് എനിക്ക് ഐശ്വര്യമേ ഇല്ലല്ലോ, എനിക്ക് ഐശ്വര്യമേ ഇല്ലല്ലോ എന്ന് പറയും. അവിടെയാണ് പ്രാധാന്യം എന്ന് പറയുന്നത്.
ഇതാണ് എന്ന് കറക്റ്റാണ്. എന്നും പറയുക. എന്താണ് ഐശ്വര്യമില്ലാത്തത്? എവിടെയാണ് നമുക്ക് ഐശ്വര്യമില്ലാത്തത്? ഇവിടെ ഐശ്വര്യമില്ലാത്ത ഒരാളെങ്കിലും എന്റെ ക്ലാസ്സിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ടാവോ? എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് ഐശ്വര്യമില്ലെങ്കിൽ ക്ലാസ്സിൽ പോലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അല്ലേ? അപ്പോ എല്ലാവരും ആത്മവിശ്വാസമുള്ളവരായി മാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ പടി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പരാജയത്തിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാനോ നേടാനുമുള്ള ഭയം കൊണ്ടായിരിക്കുമോ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്? അല്ലെങ്കിൽ ഭാഗ്യമില്ലായ്മ കൊണ്ടാണോ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്? അല്ല, ഭയം കൊണ്ടാണ്. അല്ലെ? എല്ലാവരും ഒറ്റ ഉത്തരമേ പറയുള്ളൂ. നമ്മൾ പലതും നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകാനുള്ള പ്രധാന കാരണം നമുക്കതിൽ ഭയവും ഉത്കണ്ഠയും ഉള്ളത് കൊണ്ടാണ്. പറ്റുമോ എന്തോ ഉത്കണ്ഠപ്പെടും. അയ്യോ, എന്നെ കൊണ്ട് സാധിക്കുമോ? എന്നെ കൊണ്ടത് പറ്റുമോ? അയ്യോ, അത് കിട്ടിയാൽ ഞാൻ എങ്ങനെ ഇതിനെ മുമ്പിലോട്ട് കൊണ്ടുപോകും എന്നുള്ള ഭയം. അപ്പോ ഈ സ്ഥിരമായി നമ്മളൊരു കാര്യം, ഞാൻ ധനവാനാണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഐ ആം എ മണി മാഗ്നറ്റ്, ഐ ആം എ മണി മാഗ്നറ്റ് എന്ന് നിത്യവും പറയുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാശ് കിട്ടിയാൽ അയാൾ പേടിക്കൂ? പേടിക്കില്ല. കാരണം അയാൾക്ക് മനസ്സിലാവും, എനിക്ക് പണത്തിന് വിശ്വാസമില്ലായ്മ, എനിക്ക് പണത്തിന് കഴിവുണ്ട് എന്ന് അയാൾക്ക് ഉറപ്പായിട്ടും അറിയാം. അതായത് നമ്മുടെ ആത്മവിശ്വാസത്തോടൊപ്പം ഇല്ലാതാവുകയും ഉത്കണ്ഠ ഇല്ലാതാവുകയും ചെയ്യുക എന്നുള്ളത്. എങ്ങനെ നമുക്ക് ഭയവും ഉത്കണ്ഠയും ഇല്ലാതാക്കാൻ പറ്റും? അതിനുള്ള മെത്തേഡാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിലൂടെ മാത്രമേ നമ്മൾ ഉത്കണ്ഠ ഇല്ലാതിരിക്കാൻ പറ്റുള്ളൂ. വളരെ കാമായി നിൽക്കുന്ന സമയത്ത്, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, വളരെ ലളിതമായിട്ട് ഉദാഹരണം പറയാം. നിങ്ങൾ ഓടി ബസ് കയറാൻ പോവുകയാണ്, ഓടിപ്പിടിച്ച് ബസ് കയറാൻ പോവുകയാണ്. സമയത്തിന് കട്ട് ആൻഡ് ട്രൈ ആയിട്ട് ബസ്സിന്റെ ആ സമയത്ത് നിങ്ങൾ ഓടി എത്തുകയാണ്. നിങ്ങൾ അവിടെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ബസ് നിങ്ങളുടെ മുമ്പിൽ ഓടി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അപ്പോഴത്തെ അവസ്ഥ? ആരെയായിരിക്കും നമ്മൾ കുറ്റപ്പെടുത്തുന്നത്? ബസ്സിനെ കുറ്റപ്പെടുത്തുമോ, നമ്മളെ കുറ്റപ്പെടുത്തുമോ? അധികം നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുള്ളൂ, അല്ലെ? ബസ് ചിലപ്പോൾ കൃത്യസമയത്ത് കുറച്ചെങ്കിലും നേരത്തെ വന്നിരുന്നെങ്കിൽ, കുറച്ചെങ്കിലും മുമ്പേ വന്നിരുന്നെങ്കിൽ എന്ന് നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പോൾ സംഭവിക്കുന്ന എന്താണ്? ആ ഓടിയതൊക്കെ വെറുതെയാണെന്ന് നമ്മൾ സ്വയം നമ്മളെ ബോധ്യപ്പെടുത്തും. നെക്സ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പറ്റിപ്പോയിട്ട് എന്നാ പിന്നെ ബസ് പോയി കളയുമെന്ന് കരുതി നേരത്തെ പോയി നിന്നവരാരും ഇല്ലല്ലോ, വളരെ കുറവല്ലേ ഉള്ളൂ. വീണ്ടും ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. പിറ്റേ ദിവസവും അറിയാതെങ്കിലും നമ്മൾ ഇതിൽ തന്നെ ചെയ്യും. ഇവിടെയാണ് മെഡിറ്റേഷനുള്ള പ്രാധാന്യം. അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കാമായിട്ടാണ് നമ്മൾ സമീപിക്കുന്നതെങ്കിൽ അതെല്ലാം അവിടെ കൃത്യമായി സംഭവിച്ചിരിക്കും. എല്ലാ കാര്യങ്ങളും കൃത്യമായി, ഒരുപാട് എക്സ്പീരിയൻസുകൾ നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റും. ഇതാണ് വളരെ കൃത്യമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം. എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒറ്റ വാക്കിൽ പറയാനില്ല. എന്തും നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ മാത്രം സാധ്യമാകും. എന്ന് വെച്ചാൽ മെഡിറ്റേഷനിലൂടെ സാധ്യമാകുന്നല്ല, മെഡിറ്റേഷനിൽ നമ്മുടെ മനസ്സ് സ്വസ്ഥമാകുമ്പോൾ എല്ലാം കറക്റ്റ് ടൈമിൽ നടക്കും. ഇപ്പോ ഒരു വളരെ ലളിതമായി പറയാം, ഇപ്പോ തീരെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ക്ലാസ്സിൽ മെഡിറ്റേഷൻ പങ്കെടുക്കാൻ പറ്റില്ല, സാറേ സമയം തികയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നിപ്പോ 100, 200, 150, 200 ആൾക്കാർ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേഷൻ വരുന്നത്. അവരുടെ ഒരു പണിയിലും പ്രശ്നങ്ങൾ വന്നിട്ടില്ല, ഒരു വിഷയങ്ങൾ വന്നിട്ടില്ല. അവർക്ക് 1 മണിക്കൂർ വേണ്ടി യോഗ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ പണികളും ചെയ്തിട്ട് ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെ? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ദിനചര്യയിലും അത്രയും വ്യത്യാസം വരും. നമ്മൾ 15 മിനിറ്റ് എടുത്ത് ചെയ്യുന്ന വർക്ക് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. കാരണം അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും, ഫോക്കസ് നടക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ പറഞ്ഞു വന്നത്, നിങ്ങൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് 3 ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഒന്നാമതായി നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് കൂട്ടാൻ പറ്റും, നമ്മുടെ ഭയവും ഉത്കണ്ഠയും കുറക്കാൻ സാധിക്കും. ഒന്നെയോ നമുക്ക് എപ്പോഴും ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ യാത്രയല്ല, നമുക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കേന്ദ്രീകരിക്കാൻ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഒന്നാമത്തെ വിഷയം നമുക്ക് ലക്ഷ്യബോധമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, ലക്ഷ്യബോധം അഥവാ ഉണ്ടെങ്കിലും അതിനോട്
അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അത് ഒരാൾക്ക് മാത്രം, നിങ്ങൾ എൻ്റെ ഒക്കെ വിഷയങ്ങളാണ് ഇത്. ശരിക്കും ലോ ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന നിയമമുണ്ട്, അത് പഠിക്കണം. കാരണം നമുക്ക് നമ്മുടെ മനുഷ്യൻ വിചാരിക്കുന്ന എനിക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാമെന്നാണ്. അങ്ങനെ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റില്ല. നമുക്ക് മനുഷ്യൻ അങ്ങനെ ഒരുപാട് മൾട്ടി ടാസ്കിങ് പോസിബിൾ ആയ കാര്യമല്ല. മനുഷ്യന്റെ ബ്രെയിൻ അതിനു വേണ്ടിയല്ല പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടതിലേക്ക് മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമുക്ക് നേടാൻ സാധിക്കും. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ, അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജോലിയാണ് നമ്മുടെ വിഷയമെങ്കിൽ, ജോലി ചെയ്ത് പണം സമ്പാദിക്കലാണ് നമ്മുടെ വിഷയമെങ്കിൽ, അത് വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിലൂടെ. അതല്ല നമ്മുടെ സമ്പത്തിന് മറ്റൊന്നും ബന്ധങ്ങളെയാണെന്ന് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ബന്ധങ്ങൾ നേടാൻ, എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് നമുക്ക് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. ഇനി മറ്റൊരു പ്രധാനമായ കൃത്യം, മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മനസ്സിന്റെ ശാന്തതയാണ് നമുക്ക് സംഭവിക്കുന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന, അതേ നമ്മുടെ സാക്ഷാത്കാരം സംഭവിക്കണമെങ്കിൽ അവിടെ ഉണ്ടാവേണ്ടത് പ്രപഞ്ച നിയമത്തിൽപ്പെട്ടതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. സാക്ഷാത്കാരം സംഭവിക്കണമെങ്കിൽ എപ്പോഴും ഒരു തെളിഞ്ഞ ആകാശം പോലെ വളരെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മനസ്സുണ്ടാവണം. അതായത് അനാവശ്യമായ ചിന്തകളൊന്നുമില്ലാതെ കൃത്യമായി നമ്മുടെ ആ ഏകാഗ്രത അല്ലെങ്കിൽ നമ്മുടെ ആ ലക്ഷ്യത്തിനെ പറ്റി മാത്രം ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ഒരു ഉദാഹരണം, ഒരാളൊരു വീട് വേണം എന്നുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നെങ്കിൽ അയാൾ വീടിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ചിന്ത വരികയാണ്, അയ്യോ അത് എന്നെ കൊണ്ട് സാധിക്കൂ, എങ്കിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ അയാൾ വിചാരിക്കണം എന്റെ വീട്ടിനകത്ത് 4 ബെഡ്റൂം വേണം എന്നുള്ള അയാളുടെ മാനിഫെസ്റ്റേഷൻ ആണെന്ന് കരുതിക്കോ. തൊട്ടടുത്ത നിമിഷത്തിൽ അയാൾ പറയണം 4 ബെഡ്റൂം പൈസ കൂടുതലല്ലേ, അത് വേണ്ട, അപ്പൊ 3 ബെഡ്റൂം മതി. ഇങ്ങനെയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല. അപ്പൊ ഇവിടെ മനസ്സിനെ അതേ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകൃതമാക്കാൻ, അവിടെ മറ്റു ബാഹ്യമായ ഇടപെടലുകൾ ഒന്നുമില്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്ലീൻ സ്റ്റേറ്റ് ആക്കി അതിനെ മാറ്റണം. ഇത് സാധ്യമാകുന്നത് മെഡിറ്റേഷനിലൂടെ മാത്രമാണ്. മെഡിറ്റേഷൻ നമുക്ക് ഏകാഗ്രത കൂട്ടാനും അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കാനും വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ പോസിറ്റീവ് എനർജിയുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന ഘടകമാണ് മെഡിറ്റേഷൻ. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഈ പ്രപഞ്ചത്തിൽ പോസിറ്റീവ് എനർജി മാത്രമാണോ ഉള്ളത്? അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ, നിങ്ങൾ ഒരു ഒറ്റ ചോദ്യം എല്ലാവരോടും, പ്രപഞ്ചത്തിൽ എല്ലാം നന്മ മാത്രമാണോ ഉള്ളത്, അല്ലെ ഇവിടെ തിന്മ മാത്രമാണോ ഉള്ളത്? ചോദ്യം ഞാൻ ക്യാൻസൽ ചെയ്യുന്നു, കാരണം നിങ്ങൾ എല്ലാവർക്കും ഉത്തരം ഒന്ന് തന്നെയായിരിക്കും. നമ്മൾ കാണുന്നതെല്ലാം എവിടെ ഉള്ളതാണ്? നമ്മൾ അകത്തുള്ളത് എന്താണോ അത് തന്നെ പുറത്ത് കാണുള്ളൂ എന്ന് പറയുമ്പോൾ, നിങ്ങൾ പ്രോബ്ലം ആണ് ലോകത്ത് കാണുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അകത്ത് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളതാണ്. ആ അകത്തെ പ്രോബ്ലംസിനെ നമ്മൾ കണ്ടെത്തി അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പുറത്തെ പ്രോബ്ലംസ് എല്ലാം ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് സത്യം. ഇതാണ് മാനിഫെസ്റ്റേഷൻ ഫണ്ടമെന്റൽ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ആ അകത്തെ വിഷയത്തെ നമ്മൾ പൂർണ്ണമായി സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ലളിതമായ മെത്തേഡാണ് മെഡിറ്റേഷൻ ആൻഡ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ കാലങ്ങളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. ദിവസവും പരിശീലിക്കാൻ 10 മിനിറ്റ് 15 മിനിറ്റ് അല്ലെ, കൃത്യമായി പരിശീലിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ മാത്രം മതി. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കാം. അതെന്താണെന്നറിയോ? നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തോളൂ, അഫർമേഷൻ ചെയ്തോളൂ, ഒക്കെ ചെയ്തോളൂ, പക്ഷെ അതിനൊക്കെ മുമ്പ് നിങ്ങൾക്കൊരു സംഭവം വേണം. അത് എത്ര പേർക്ക് ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്താണെന്നറിയോ? എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്നത്? എന്റെ ലക്ഷ്യം ഇന്നതാണെന്ന് നിർണയിച്ച എത്ര പേര് ഇവിടെ ഉണ്ട്? ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ പേര്. എനിക്കെന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാം, അതിലേക്ക് പോകാനാണ് ഞാനുണ്ട്. എത്ര പേര് അവിടെ ഇതുണ്ട്?
ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്ന ഇവിടെയാണ്. എല്ലാവർക്കും മാനിഫെസ്റ്റേഷൻ വേണം, ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹ സഫലീകരണം വേണമെന്ന് എന്ന് ചിന്തിക്കുന്നുമുണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം യഥാർത്ഥത്തിൽ എന്താണെന്ന് തീരുമാനിക്കാനുള്ള കഴിവില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. വളരെ കുറച്ച് പേര് മാത്രമേ അതിനകത്ത് ഉണ്ടാവുന്നുള്ളൂ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഉണ്ടാക്കുക, എന്നിട്ട് ലക്ഷ്യം ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇത് ഞാൻ വിഷൻ ബോർഡിന്റെ ക്ലാസ്സിലൊക്കെ കൃത്യമായി പഠിപ്പിച്ച കാര്യങ്ങളാണ്. വളരെ ലളിതമായി നമ്മൾ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ വെൽത്ത് മാസ്റ്ററി ഹബ്ബിൽ, വെൽത്ത് മാസ്റ്ററിക്കകത്ത് നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങുന്നുണ്ട്. കോടിപതികൾക്ക് വേണ്ടി മാത്രം 2020, ഇപ്പൊ ഈ മാസം കഴിഞ്ഞു, 2027 മാർച്ച് 30 1 കോടി രൂപയുടെ ക്ലബ്, 1 കോടി വരുമാനത്തിന്റെ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ഒരു കമ്മ്യൂണിറ്റി അവിടെ രൂപീകരിക്കുന്നത്. കോഴ്സ് അല്ല, ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുന്നുണ്ട്. എത്ര പേർക്ക് താല്പര്യമുണ്ട് അതിൽ വരാൻ? 1 crore കമ്മ്യൂണിറ്റി. ഒറ്റ 1 കോടി ഉണ്ടാക്കുന്നവർക്ക് കറക്റ്റ് ഞാനും നിങ്ങളും കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് നിൽക്കും. 2027 മാർച്ച് 30 നമ്മൾ 1 കോടിയിലെത്തിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ചെയ്യും, പഠിപ്പിക്കും. ഉള്ളവർ യെസ് റെഡി ആയിക്കോളൂ. നാളെയോ മറ്റന്നാളോ ഞാൻ ഇതിനുള്ള ഇത് അനൗൺസ് ചെയ്യും. നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് ഓരോ ആൾക്കാർക്കും അതിന് എത്തിക്കാനുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ ചെയ്യും. നിങ്ങളുടെ പരിപാടിയിൽ എങ്ങനെ 1 കോടി എത്തിക്കാൻ പറ്റും? ഞാനും നിങ്ങളും, ഞാൻ 1 കോടിയല്ല, നിങ്ങൾ 1 കോടിയുടെ ക്ലബിലേക്ക് നമുക്ക് ഒരു പ്രത്യേകമായ ഒരു കമ്മ്യൂണിറ്റി ഞാൻ രൂപീകരിക്കുന്നുണ്ട്. ഉള്ളവരൊക്കെ പറഞ്ഞോളൂ. പക്ഷെ നല്ല പണിയുണ്ടാവും. അതുകൊണ്ട് ഒരു കോംപ്രമൈസും ചെയ്യില്ല, വിട്ടുവെക്കുന്ന പരിപാടിയില്ല. ഓരോരുത്തരെയും എത്തിക്കാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പഠിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പോകുന്ന 1 crore ക്ലബ്ബ് ആദ്യമായിട്ട് നമുക്ക് എല്ലാവരെയും ഇവിടെ വിസ്മയിപ്പിച്ചുകൊണ്ട് നമുക്ക് സാധിക്കണം. ഇത് സാധ്യമാകുന്ന കാര്യമാണ്, വളരെ ലളിതമായി സാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യെസ് അഭിലാഷ്, വി വിൽ ലുക്ക് ഓൺ ഇറ്റ്, നോ പ്രോബ്ലം, ഡോണ്ട് വറി. നമ്മൾ അതിയായി ആഗ്രഹിച്ചാൽ നേടാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്ന ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. അതെല്ലാം അതുപോലെ നമുക്ക് സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോ പറഞ്ഞു വന്ന ഇത്രയാണ്. ഈ ഒരു കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ദിവസവും 15 മിനിറ്റ് നേരം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഞാനിതാ നിങ്ങൾക്ക് ഒരു വേദി ഒരുക്കുന്നുണ്ട്. ഏപ്രിൽ 1 മുതൽ നമ്മൾ അതിനുവേണ്ടി മാത്രമായിട്ട് സെഷൻ തുടങ്ങുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെ ദിവസവും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്ത് അത് മാത്രമായി 100% അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന നമ്മൾ ഹാപ്പിനെസ് മെഡിറ്റേഷൻ ആൻഡ് അഫർമേഷൻസ് നമ്മൾ ഏപ്രിൽ 1 തുടങ്ങുന്നു. വളരെ ചെറിയൊരു തുകയാണ് നമ്മൾ അതിന് വാങ്ങിക്കുന്നത്. അത് നിങ്ങളുടെ പലരും, ഞാൻ ഇതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളുണ്ട്. അഫർമേഷൻ നമ്മൾ ഒരു 500-ഓളം ആൾക്കാർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന അഫർമേഷൻ ഗ്രൂപ്പ് നമുക്കുണ്ട്. പക്ഷെ പലരും അതിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ വരുത്തുന്നത് കാണാൻ പറ്റും. ആ മിസ്റ്റേക്കുകൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് വർക്കാവില്ല എന്നുള്ളത് കുറെ ദിവസമായി ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ സമയപരിമിതിയാണ് ഈ സെഷൻ തുടങ്ങാൻ നമ്മളെ ഇതാക്കിയത്. കാരണം വെച്ചാൽ യോഗയും മെഡിറ്റേഷനും എല്ലാം ഒന്നിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഗത്യന്തരമില്ലാതെ 5:30 മണിക്ക്, രാവിലെ 5:30 മണിക്ക് അത് തുടങ്ങുകയാണ്. കാരണം വളരെ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് ആഗ്രഹവുമായിട്ട് അലൈൻഡ് ആവുന്നില്ല. അവരുടെ നിലവിലുള്ള സ്വഭാവങ്ങളും അതിനുള്ള വ്യക്തിത്വവും അതിലേക്ക് ചേരുന്നില്ല എന്നുള്ള. കാരണം പല സന്ദർഭവും പല സിറ്റുവേഷനും കടന്നു വന്നവരാണ്. പക്ഷെ അതുകൊണ്ടാണ് പലർക്കും ഇത് വർക്കാവാതെ പോകുന്നത്. ആ സിറ്റുവേഷനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ 100% ആയിട്ട് ഒരു 15 മിനിറ്റ് നേരം, അരമണിക്കൂർ നേരം, 5 മിനിറ്റ് നേരം എഴുതാനും 15 മിനിറ്റ് നേരം നമുക്ക് മെഡിറ്റേഷനും കൂടി അരമണിക്കൂർ നേരം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുക. 5:30 to 6 o'clock വരെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം വീണ്ടും ഞാൻ പറയുന്നു, ഇൻവെർട്ടഡ് കോമ, ആഗ്രഹങ്ങളുള്ളവർ അതിന് നേടാൻ അതിയായി പ്രവർത്തിക്കുമെന്ന് ദൃഢനിശ്ചയമുള്ളവർ മാത്രം വന്നാൽ മതി. അല്ലാത്തവർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. സമയം നിങ്ങളുടെയും വേസ്റ്റ് ആണ്, നമ്മുടെയും. ആ സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി കിടന്നുറങ്ങുക. അപ്പോൾ കുറച്ചും കൂടി ആരോഗ്യം കേടാവും. അപ്പൊ കുറച്ചും കൂടി ടാബ്ലറ്റ്സ് കഴിക്കാം, കുറച്ചും കൂടി ഇഞ്ചക്ഷൻ മേടിക്കാം, അല്ലേ? കുറച്ചും കൂടി കിടന്നുറങ്ങാം. അങ്ങനെ പോട്ടെ. അതിനൊന്നും നമുക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇതെല്ലാം മാറാനുണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ
അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനുള്ള ചെറിയൊരു ഫീസ് മാത്രം വെച്ചുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എല്ലാ മാസവും ചെയ്ത് 1 മാസമല്ല, നിത്യവും പ്രാക്ടീസാണ്. ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഇവിടെ ഐ ആം എ മണി മാഗ്നറ്റ് എന്ന് പറയാൻ വിഷമമുള്ള എത്ര പേരുണ്ട്? ഒന്ന് പേര് എഴുതാമോ? ഐ ആം എ മണി മാഗ്നറ്റ് എന്ന് പറയാൻ വിഷമമുള്ള, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഇല്ലല്ലേ? ആരുണ്ട്? ഓക്കെ, തിരിച്ചു പറയാം. മറ്റൊരു കാര്യം, ഞാൻ പണക്കാരനാണ് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? പേര് എഴുതിയ. ഞാൻ പണക്കാരനാണ് എന്ന് പറയാം. പേര്. യെസ്. ഓക്കെ, ഇതേ ആളോട് ആൾക്കാരോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഒരു 6 മാസം മുമ്പേ ആണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. നിങ്ങൾ എത്ര പേര് ഉത്തരം പറയുന്നത്? അല്ലേ? 6 മാസം മുമ്പേ ആണ് നിങ്ങളോട്, ഈ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പേ ആണ് നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചതെങ്കിൽ നിങ്ങൾ 90% ആൾക്കാർ പറയും, ഞാൻ പണക്കാരനല്ലല്ലോ, എങ്കിൽ പൈസ ഇല്ലല്ലോ എന്ന് പറയും. ഇതാണ് എന്തൊരു മലയാളത്തിൽ ഇതൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ? നിത്യാഭ്യാസി എന്ത് ചെയ്യുന്ന, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എനിക്ക് മറന്നുപോയി. അയ്യോ പണമോ എന്ന് പറയും. ശരിയാണ് വിജയഹരി പറഞ്ഞ കറക്റ്റ്. ഇപ്പോ നേരെ തിരിച്ചാണ്. ഇതെങ്ങനെയാ സംഭവിക്കുന്നു? നിത്യമായ പ്രാക്ടീസ്. ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളോട് പറയും, ടൈപ്പ് ഐ എം റെഡി, ഐ എം ഹാപ്പി ആൻഡ് റെഡി, ഐ എം എ മണി മാഗ്നറ്റ്. നിത്യാഭ്യാസി ആനെ എടുക്കും. ശരി, കറക്റ്റ് ആണ്. ഐ എം ഹാപ്പി ആൻഡ് റെഡി, ഐ എം എ മണി മാഗ്നറ്റ്. നിത്യവും നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോളാം. ഇതുപോലുള്ള പ്രാക്ടീസ് എല്ലാ സമയത്ത് എല്ലാ ദിവസവും ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? ഈ നേരത്തെ പറഞ്ഞ 1 crore ക്ലബിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? സാധിക്കുമല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, സാധിക്കുമെന്ന് പറഞ്ഞ ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾ പ്രവർത്തനം ചെയ്തില്ലെങ്കിൽ സാധിക്കുമെന്ന് പറയില്ല കേട്ടോ. അതാണ് നിത്യാഭ്യാസി എന്ന് പറയുന്നത്. അവൻ ഇത് എഴുതിയാൽ മാത്രം കാര്യമില്ല, അതിന് പണിയും കൂടി എടുക്കണം. എടുക്കും, ഓട്ടോമാറ്റിക്കായി എടുത്തോളൂ. കാരണം അത് ഓട്ടോമാറ്റിക്കായി സംഭവിക്കും. ഞാൻ ധനവാനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ധനത്തിന് സാധ്യതകൾ തേടിക്കൊണ്ടേയിരിക്കും. അവന്റെ മുമ്പ് കണ്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് സത്യം. അവൻ സാധ്യതകളുടെ ലോകം തുറന്നു കിട്ടും, അല്ലാതെ അവരൊന്നും ചെയ്യണ്ട. പക്ഷെ അത് സാധ്യതകളുടെ ലോകം തുറന്നു കണ്ടിട്ട് ഞാൻ അകത്തോട്ട് കയറില്ല എന്ന് പറയുന്നവരോട് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ അത് നമ്മുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം സംഭവിക്കാറില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അത് സംഭവിക്കും. അപ്പൊ വീണ്ടും പറയുന്നു, നാളെ ഏപ്രിൽ 1-ാം തീയതി മുതൽ നമ്മൾ കറക്റ്റ് 1-ാം തീയതി രാവിലെ 5:30 മണി മുതൽ പുതിയ ഹാപ്പിനെസ് മെഡിറ്റേഷൻ വിത്ത് അഫർമേഷൻ ക്ലാസ് തുടങ്ങുന്നു. എല്ലാവരും ജോയിൻ ചെയ്യുക, അഡ്മിനെ വിളിച്ചോളുക. നിങ്ങളെ സമ്പന്നരാക്കുന്നതിന്, സമ്പന്നത എന്ന് പറയുന്ന പണം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, പണവും മറ്റെന്ത് കാര്യത്തിലും അടങ്ങുന്ന സമ്പന്നനായ, സന്തോഷവാനായ, സംതൃപ്തമായ, സമൃദ്ധമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ലളിതമായ പ്രാക്ടീസാണ് ഞാൻ പറഞ്ഞത്. മറ്റു കോഴ്സുകളൊക്കെ അതിനിടയിലുണ്ട്. ഏറ്റവും ലളിതമായി, ഇത് ആരെ കൊണ്ടും പറ്റും. എഴുതാനും വായിക്കാനും അറിഞ്ഞില്ലെങ്കിൽ കൂടി പറ്റും. കാരണം കേട്ട് പറഞ്ഞാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം 2-3 ആൾക്കാർ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അവർക്ക് എഴുതാൻ അറിയില്ല, വായിക്കാനും അറിയില്ല. എഴുതാനും വായിക്കാനും അറിയില്ല, മലയാളം അറിയില്ല, പഠിക്കാത്തവണ്. പക്ഷെ നമ്മൾ നിത്യവും മറ്റുള്ളവർ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചിട്ട് നിത്യവും 25, 30, 40 പ്രാവശ്യം പറഞ്ഞ് പഠിച്ച ആൾക്കാരുണ്ട് കൃത്യമായിട്ടുള്ളത്. അതിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. UAE സമയം 5:30 മണിക്കല്ല, ഇന്ത്യൻ സമയം 5:30 മണിക്ക് തന്നെയാണ്. പിന്നെ യോഗ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. യോഗ ക്ലാസ് വേറെ തന്നെ, യോഗ മെഡിറ്റേഷൻ വേറെ തന്നെയാണ്. ഇത് വേറെ സെഷനാണ്. അപ്പൊ ഞാൻ കുമ്പിടി പോലെ 2 സ്ഥലത്തും ഉണ്ടാവും. രണ്ട് സെഷനാണ്. യോഗയ്ക്ക് പോകുന്നവർ യോഗയും മെഡിറ്റേഷനുമായിട്ട് അങ്ങോട്ട് തന്നെ പൊക്കോളൂ. അവർ ഇങ്ങോട്ട് വരണ്ട, അവർക്ക് വേണ്ടത് അവിടെ തരാം. ഇത് സെപ്പറേറ്റ് ആയിട്ട്. കുറെ ആൾക്കാർ യോഗ ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരുണ്ട്. അതുപോലെ യോഗയിലുള്ള സൈലന്റ് മെഡിറ്റേഷൻ ചെയ്യാത്ത ആൾക്കാരുണ്ട്, അവർക്ക് പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ സാധനം കേട്ടോ. സൈലന്റ് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കാത്ത, യോഗ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം. യോഗ മെഡിറ്റേഷൻ അതുപോലെ ഉണ്ട്, അത് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അവർക്ക് ഞാൻ മെഡിറ്റേഷൻ അഫർമേഷൻസ് വേറെ നൽകാം. ഈ പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ക്ലാസ് ആണ്. അഫർമേഷൻ മെഡിറ്റേഷൻ, ഹാപ്പിനെസ് മെഡിറ്റേഷൻ ആൻഡ് അഫർമേഷൻ ക്ലാസ് ആണ്. ഇത് സെപ്പറേറ്റ് ആണ്. 5:30 മണിക്ക് വെക്കാനുള്ള പ്രധാന കാരണം, ഞാൻ ആദ്യം 1 അരമണിക്കൂർ യോഗ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. അല്ലെങ്കിൽ എനിക്ക് യോഗ ചെയ്യാൻ വേറെ സമയമില്ല. എനിക്ക് നിങ്ങളെ പോലെ സമയം കുറവാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് യോഗ കഴിഞ്ഞ് അത് കഴിഞ്ഞ് അർത്ഥസാധന, ഇപ്പൊ കുറച്ച് ദിവസം അർത്ഥസാധന ക്ലാസ് എടുക്കാറില്ല.
അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് ജിമ്മിൽ പോകണം, അങ്ങനത്തെ പരിപാടികളുണ്ടല്ലേ, എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും UK സമയത്തിന് ഇതൊന്നും പോസിബിൾ അല്ല. നിങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ് ഒൺലി ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസിനാണ്. UK സ്റ്റുഡൻസിന് താമസിയാതെ വരുന്നുണ്ട്. അജിത ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും കൂടി UK കുറച്ച് പേരെ ചേർക്കുക. ഞാൻ UK വേണ്ടി സെപ്പറേറ്റ് ക്ലാസ് എടുക്കാം. നിങ്ങൾ 1 മണിക്കൊന്നും എഴുന്നേറ്റിട്ട് അഫർമേഷൻ എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഉറങ്ങിക്കോളൂ, 1 മണിക്ക് സമാധാനത്തോടെ ഉറങ്ങിക്കോളൂ. നിങ്ങൾക്ക് വേറെ തന്നെ ഞാൻ തരാം, കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് UK വേറെ തന്നെ ഞാൻ നൽകാം. അങ്ങനെ UK സമയമില്ല. UAE സമയം 4 മണി അല്ലെ, 4 മണിക്ക് എഴുന്നേക്കാൻ ലേഖ സന്തോഷ് പറഞ്ഞ് എഴുന്നേക്കാൻ സാധിക്കില്ലെങ്കിൽ നമുക്കത് റെക്കോർഡിംഗ് തരാം. അതിന്റെ ഓരോ അഫർമേഷൻ ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ, ആ ഗ്രൂപ്പിലേക്ക് അതിനകത്ത് ഗ്രൂപ്പിൽ എഴുന്നേറ്റ ഉടനെ പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. ലേഖനെ കുറച്ച് ദിവസത്തെ ക്ലാസ് ഒന്നും കാണാറില്ല. ഏതെങ്കിലുമൊക്കെ ക്ലാസ് ജോയിൻ ചെയ്തിരിക്കും ലേഖ, അല്ലെങ്കിൽ വീണ്ടും പഴയ പോലെ തിരിച്ചു പോകും. സ്റ്റാൻഡേർഡ് മെമ്പർഷിപ്പിലോ ഏതെങ്കിലും ഒന്ന് കയറിയിട്ട് കണക്ഷൻസ് വിടാതെ പോകൂട്ടോ. ഇപ്പൊ ഉച്ചയ്ക്ക് 11:30 മണിക്കും രാത്രി വൈകിട്ട് 2:30 മണിക്കൊക്കെ ലൈവ് ക്ലാസ് ആശ എടുക്കുന്നുണ്ട്. ആശയും ഉഷയും പിന്നെ മേഘയൊക്കെ എടുക്കുന്നുണ്ട്. അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യൂ കേട്ടോ. അപ്പൊ ടൈം ഇല്ലെങ്കിൽ ലേഖ പഴയ പോലെ തിരിച്ച് പോവാതെ സൂക്ഷിക്കണം. യെസ് 3 മണി, യെസ് 3 മണിയാണെങ്കിൽ വിജേഷ് 3 മണി, അതും ബുദ്ധിമുട്ടാണ് വിജേഷെ. ലേറ്റ് പോയിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. അത് ഞാൻ എഴുതി തരുന്ന മെഡിറ്റേഷൻ ഞാൻ ഇതിൽ തരാം, ഗ്രൂപ്പിൽ തരാം, ഇത് ആപ്പിൽ തരാം. പിന്നെ അഫർമേഷനും ഞാൻ ആപ്പിൽ തരാം. എല്ലാ ദിവസവും അഫർമേഷൻ ഞാൻ ആപ്പിൽ തന്നെ ഇട്ട് തരാം, ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ആപ്പ് വേണ്ടവർക്ക് ആപ്പിൽ തരാം. നിങ്ങളുടെ സമയത്തരം 3 മണിക്കൊക്കെ എഴുന്നേക്കൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. 5 മണി വരെയെങ്കിലും കിടന്നുറങ്ങാൻ എല്ലാവരും ശ്രമിക്കണം. പക്ഷെ 5 മണി, അതുകൊണ്ടാണ് നാട്ടിലെ സമയം. ഞാൻ മാത്രം എക്സെപ്ഷനിലായിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ. എന്നാലും എല്ലാ ദിവസവും പറ്റുന്നില്ല. കാരണം അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മള് പ്രായമൊക്കെ ആയി വരുന്നതല്ലേ, അപ്പൊ അതിൻ്റെതായ വിഷമതകൾ ഉണ്ടാവും. ഭയമില്ലാത്തവരൊക്കെ എഴുന്നേറ്റുള്ളൂ കേട്ടോ. 3 മണിക്ക് എഴുന്നേക്കുക, 2:30 മണിക്ക് എഴുന്നേക്കാന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയമായി ഉണരുമ്പോൾ വളരെ നല്ലതാണ്, ഇത് നല്ലതാണ്. പക്ഷെ അത് സ്ഥിരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ മെറ്റബോളിസം കുറച്ച് വിഷയം ഉണ്ടാക്കും എല്ലാവരുടെയും. അതിനനുസരിച്ച് പ്രാക്ടീസുകളും ഭക്ഷണവും ജോലിയൊക്കെ ആണെങ്കിലും ഒക്കെ, നമ്മുടെ ജോലിയൊക്കെ നല്ല ഹെക്റ്റിക് ആകുമ്പോൾ 3 മണിക്ക് എഴുന്നേക്കുന്നത് പോസിബിൾ അല്ല. അതിന് പകരം ഞാൻ ആപ്പിൽ എല്ലാ ദിവസവും ആപ്പിൽ അപ്ലോഡ് ചെയ്തേക്കാം. എല്ലാ ദിവസവും റെക്കോർഡിങ്, ആ ക്ലാസ്സിന്റെ രാവിലത്തെ റെക്കോർഡിംഗ് ഇട്ട് നിങ്ങൾക്ക് തരാം. അപ്പൊ അതിനനുസരിച്ച് വെച്ചു രണ്ടാമത് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പറയാനുള്ളത്. ജീവിതത്തിൽ മാറാൻ ദയവ് ചെയ്ത് ശ്രമിക്കുക. നമുക്ക് സക്സസ് ആവാൻ സാധിക്കും, ഒരു സംശയമില്ല. എല്ലാവരെ കൊണ്ടും പറ്റും. ഒന്നുമില്ലെങ്കിൽ ഹസനിൽ നിന്ന് രാധാ സുഭാഷിനെ അടക്കം സക്സസ് ആക്കാൻ പോവാണ് നമ്മൾ, പിന്നല്ലേ കാര്യമല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും സാധിക്കും, ഒരു വിഷയമില്ല. താങ്ക് യു വെരി മച്ച്. അപ്പോ ഇന്നത്തെ ദിവസം ഇവിടെ വാങ്ങുന്നു. മറ്റൊരു ക്ലാസ്സിലേക്ക് പോകാനായി